ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സാധാരണഗതിയിൽ എൻ്റെ ഒ പിയിൽ വരുന്ന പേഷ്യൻസൊക്കെ ചോദിക്കുന്നൊരു കാര്യമാണ്. എന്താണ് മാഡം, നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമോ? പ്രമേഹ രോഗികൾക്ക്, ഷുഗർ ഉള്ളവർക്ക് അത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുള്ളത്, അത് നമുക്ക് ഒരാളോട് കഴിക്കാം എന്ന് പറയുന്ന ഒരു സാധനമാണോ എന്ന് ചോദിച്ചാൽ ആണ്, കഴിക്കേണ്ടതാണ്. നമ്മൾ പ്രമേഹ രോഗികളായാലും അവർക്കും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഇത് തന്നെയാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. പക്ഷേ നമ്മളത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നാരുകൂടുകളിൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ ശർക്കരക്കിഴങ്ങ്, അതായത് എന്താ പറയുക, മധുരക്കിഴങ്ങ്, അതുപോലെ ചേന, ഇതെല്ലാം നമുക്ക് ഫൈബർ കൂടുതലുണ്ട്. ചില കിഴങ്ങ് വർഗ്ഗങ്ങളിലൊന്നും അത്രയും ഫൈബർ ഇല്ല. ഇതിനകത്ത് ഫൈബർ കൂടുതലുണ്ട്, അത് എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ചില കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ട്, ചിലതല്ല, എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും കുക്ക് ചെയ്ത് കൂൾ ചെയ്താൽ അതിനകത്ത് റെസിസ്റ്റൻസ് ആയിട്ടുള്ള സ്റ്റാർച്ച് നമുക്ക് ഡെവലപ്പ് ആവുകയും ആ സ്റ്റാർച്ച് നമുക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സ്, അതായത് നമ്മുടെ ഷുഗർ കൂടുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അതേപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, കുക്കിംഗ് എത്ര സമയം നമ്മളത് കുക്ക് ചെയ്തു, അല്ലാണ്ട് പാകം ചെയ്യേണ്ട. അതായത് നമ്മൾ കുക്കിംഗ് ടൈം എത്ര, കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിലും അരി വർഗ്ഗങ്ങളൊക്കെ ആണെങ്കിലും എത്ര സമയം നമ്മൾ പാചകം ചെയ്യുന്നു എന്നതിനനുസരിച്ച് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടും. അപ്പോൾ കുക്കിംഗ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെ പാചകം ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എണ്ണയും ഒക്കെ ആയിട്ട് നാളികേരം പാലൊക്കെ ഒഴിച്ച് സ്റ്റൂ പോലെയൊക്കെയാണ് അത് പാചകം ചെയ്തിരിക്കുന്നതെങ്കിൽ ഷുഗർ കൂടാൻ, കിഴങ്ങിൻ്റെ മാത്രമല്ല മറ്റ് ഇൻഗ്രീഡിയൻസും വരുന്നതുകൊണ്ട് തന്നെ ഷുഗർ കൂടാൻ വളരെ കാരണമാകുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി, എത്ര അളവിൽ കഴിച്ചു. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് പകരമായിട്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ചോറിനാണെങ്കിലും നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് കഴിക്കരുത്. നമ്മളിപ്പോൾ ചോറെടുത്തു, അതിൻ്റെ കൂടെ കിഴങ്ങ് വർഗ്ഗം കറിയായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ സ്റ്റൂ പോലെ അങ്ങനെ ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ മിഡ് ടൈമിലും പരമാവധി ഇടസമയത്തും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ഹെവി വർക്കൊക്കെ അതിന് ശേഷം ചെയ്യാനുണ്ടെങ്കിലൊക്കെ കുറച്ച് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതങ്ങനെയല്ല, നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, മെയിനായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ സമയത്ത് കഴിക്കുന്നതാകും ഉത്തമം. അതേപോലെ തന്നെ കുക്കിംഗ് രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ സമയം കുക്ക് ചെയ്യാതിരിക്കുക. കുക്കിംഗ് ചെയ്യുമ്പോൾ കൂടുതൽ എണ്ണയും മറ്റ് ഘടകങ്ങളിലും കൂടുതൽ കൊഴുപ്പും ഒക്കെ വരുന്ന ഘടകങ്ങൾ ആഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം പ്രമേഹ രോഗികളൊക്കെ കഴിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവർക്ക് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പകരമായോ ഒരു ലഞ്ചിന് പകരമായോ ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രമേഹമുള്ളവരെല്ലാം തന്നെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളവരാണ്. അവർക്കും എല്ലാം കഴിക്കണമെന്നുണ്ട്. അതെങ്ങനെയൊക്കെ കഴിക്കാം, ഏത് രീതിയിൽ കഴിച്ചാൽ നമുക്ക് ദോഷമില്ലാതിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ പേജ് ഇത് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടാനായിട്ട് നിങ്ങൾ സഹായിക്കുക. അതുപോലെ തന്നെ ഡയബറ്റിക് ഫ്രീഡം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇതുപോലെയുള്ള കാര്യങ്ങളും വെബിനാറുകളും ഫ്രീ ആയിട്ടുള്ള വെബിനാറുകളൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനൂസ് ഹെൽത്തി ഹെവൻ എന്നുള്ള എൻ്റെ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വരുന്ന സമയമൊക്കെ നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. നിങ്ങൾക്കതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരിട്ട് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയും. എൻ്റെ മെയിനായിട്ടുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പ്രമേഹ രോഗം കൊണ്ട് മറ്റൊരാൾക്കും ഇനി അസുഖങ്ങൾ, മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോവാതിരിക്കുക. അതുപോലെ തന്നെ അവരുടെ പ്രമേഹം പ്രതിരോധിക്കാനും കൺട്രോൾ ചെയ്യാനും
അത് റെമിഷനിലേക്ക് കൊണ്ടുപോകാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ ഒരുപാട് പേർക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.